പറക്കുന്ന ജീവികളെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് പക്ഷികളെയായിരിക്കും. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കാണാൻ വളരെ കൗതുകകരമാണ്. എന്നാൽ പക്ഷികൾക്ക് പുറമെ ഭൂമിയുടെ ചരിത്രത്തിൽ വേറെയും വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജീവിവർഗങ്ങൾക്ക് പറക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ആകാശത്തിൽ പക്ഷികൾ തന്നെയാണ് ഏറ്റവും വലിയ പറക്കുന്ന ജീവികൾ. എന്നാൽ 6.5 കോടി വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഡൈനോസേഴ്സിന്റെ കാലഘട്ടത്തിൽ പക്ഷികൾ പരിണമിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആകാശത്തിൽ അന്ന് പക്ഷികൾക്ക് പകരം അതിബൃഹത്തായ മറ്റൊരു ജീവിവർഗത്തിനെ കാണാമായിരുന്നു. ആ ജീവിവർഗത്തിൽ ഒരിനമാണ് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പറക്കുന്ന ജീവി. ഇന്നത്തെ വിമാനങ്ങളെക്കാൾ വലിപ്പമുണ്ടായിരുന്ന ഈ ജീവിയായിരുന്നു അന്നത്തെ ആകാശത്തിലെ രാജാക്കന്മാർ. ഈ ജീവി ഏതായിരുന്നുവെന്നും ഭൂമിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പറക്കുന്ന ജീവിവർഗങ്ങളിൽ ഏറ്റവും ഭീമാകാരമായ ജീവികൾ ഏതൊക്കെയായിരുന്നുവെന്നും നമുക്ക് നോക്കാം. ഭൂമിയുടെ ചരിത്രത്തിൽ ഇതുവരെ വ്യത്യസ്തമായ 4 തരം ജീവിവർഗങ്ങളിൽ പറക്കാനുള്ള കഴിവ് പരിണമിച്ചിട്ടുണ്ട്. ഇത് പവേർഡ് ഫ്ലൈറ്റ് അഥവാ ചിറകുകൾ അടിച്ചു പറക്കാൻ കഴിയുന്ന ജീവികളുടെ കണക്ക് മാത്രമാണ്. അല്ലാതെ ചിറകുകൾ പോലത്തെ ഘടനകൾ ഉപയോഗിച്ച് കാറ്റിൽ തെന്നി നീങ്ങാനും അതിന് സമാനമായ രീതിയിൽ ചിറകുകൾ അടിക്കാതെ കാറ്റിൽ കുറച്ചു ദൂരം സഞ്ചരിക്കാനും കഴിയുന്ന ജീവിവർഗങ്ങളെയെല്ലാം പരിഗണിച്ചാൽ അതിലൊരുപാട് ജീവിവർഗങ്ങൾ ഉണ്ടായിരിക്കും. കൺവേർജന്റ് എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ ജീവിവർഗങ്ങൾക്ക് പോലും ഒരേ തരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് പരിശീലനം നേടി പൈലറ്റായ ജീവിവർഗം പ്രാണികളാണ്. ഏകദേശം 45 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ, അതായത് കരയിൽ സസ്യജാലങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയ കാലം മുതൽ പ്രാണിവർഗങ്ങളും ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇതുവരേക്കും കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന പ്രാണിയുടെ ഫോസിലിന് ഏകദേശം 40 കോടി വർഷങ്ങളിൽ കൂടുതൽ പഴക്കമുണ്ടായിരുന്നു. ശേഷം ഏകദേശം 35 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് പ്രാണികൾക്ക് ചിറകുകൾ പരിണമിച്ചതും അവ പറക്കാൻ തുടങ്ങിയതും. അതായത് ഇന്ന് കാണുന്ന പക്ഷിവർഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും 30 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ പ്രാണികൾ ആകാശത്തിൽ പറക്കാൻ തുടങ്ങിയിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ന് കരയിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ജീവിവർഗങ്ങളിൽ ഒന്നാണ് പ്രാണികൾ. പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെ ഇത്രയും കാലത്തെ പരിണാമം ഈ പ്രാണിവർഗങ്ങൾക്ക് ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. ശരീരഭാരം അനുസരിച്ച് നോക്കുമ്പോൾ പ്രാണികളാണ് മറ്റ് ജീവിവർഗങ്ങളെക്കാൾ ഏറ്റവും ശക്തിശാലികളായ ജീവികൾ. അതുപോലെ തന്നെ അവ വളരെയേറെ വേഗതയുള്ള ജീവികളുമാണ്. അതിനൊരുത്തമ ഉദാഹരണമാണ് ചിതലുകൾ. അവയുടെ അതിശക്തമായ താടിയെല്ല് വെച്ച് 134 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ വരെ ഇവയ്ക്ക് കടിക്കാനാകും. നമ്മൾ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ഒരു ചിതലിന് 4500 തവണ കടിക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ചാടാൻ കഴിയുന്നതും ഒരു പ്രാണിവർഗത്തിനാണ്. ഫിലൈനസ് പ്യൂമേരിയസ് എന്ന ഒരിനം സ്പിറ്റിൽ ബഗ് പ്രാണിക്ക് ഏകദേശം 70 സെന്റിമീറ്റർ ഉയരത്തിൽ വരെ ചാടാൻ കഴിയും. 70 സെന്റിമീറ്റർ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല എങ്കിൽ ഓർക്കുക, അതിന്റെ വലിപ്പം വെറും 7 മില്ലിമീറ്റേഴ്സ് മാത്രമാണ്. അപ്പോൾ അതിന്റെ വലിപ്പത്തിന്റെ 100 മടങ്ങ് ഉയരത്തിൽ അതിന് ചാടാൻ പറ്റും. അത് മനുഷ്യന്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു ശരാശരി മനുഷ്യൻ 200 മീറ്റേഴ്സ് ഉയരത്തിൽ ചാടുന്നത് പോലെയാണ്. അങ്ങനെ ഈ പ്രാണിയുടെ അത്ര ശക്തി നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ മുകളിൽ നമുക്ക് നിസ്സാരമായിട്ട് ചാടിക്കയറാമായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന തരം ജീവിവർഗവും പ്രാണികളാണ്. 80 ലക്ഷത്തിൽ കൂടുതൽ വ്യത്യസ്ത ഇനത്തിൽപ്പെടുന്ന ജീവജാലങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ടെന്നാണ് നിഗമനം. അതിലേകദേശം 90% പ്രാണികളാണ്. ഇപ്പോൾ ഭൂമിയിൽ ശരാശരി 1 ക്വിൻറ്റില്യൺ പ്രാണികൾ ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. എന്നുവെച്ചാൽ 10 ലക്ഷം കോടി പ്രാണികൾ. എന്തായാലും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പറക്കുന്ന പ്രാണി അറ്റ്ലസ് മോത്ത് എന്ന ഒരു തരം ശലഭമാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മഴക്കാടുകളിലാണ് ഇവയെ പ്രധാനമായും കാണപ്പെടുന്നത്. ഇതിന്റെ വിങ് സ്പാൻ, അതായത് ചിറകുകൾ പരമാവധി വിടർത്തുമ്പോൾ ഒരു ചിറകിന്റെ അറ്റത്തു നിന്നും മറ്റേ ചിറകിന്റെ അറ്റം വരെയുള്ള ദൂരം ഏകദേശം 30 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. എന്നുവെച്ചാൽ ഒരു ശരാശരി മനുഷ്യന്റെ മുഖത്തിന്റെ ഇരട്ടി വലിപ്പം. പക്ഷേ ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാണിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് തീരെ ചെറുതാണ്.
ഏകദേശം 30 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു തരം പ്രാണിവർഗമാണ് മെഗാന്യൂറോപ്സിസ്. അതിലെ ഏറ്റവും വലിയ ഇനം ഗ്രിഫിൻ ഫ്ലൈസ് എന്ന പ്രാണികളായിരുന്നു. ഇവയാണ് ഭൂമിയുടെ ചരിത്രത്തിലെ പറക്കാൻ കഴിയുന്നതും പറക്കാൻ പറ്റാത്തതുമായ പ്രാണികളിൽ വെച്ച് ഏറ്റവും വലിയ ജീവികൾ. ഇവയ്ക്ക് ഇന്നത്തെ തുമ്പികളുടേത് പോലത്തെ രൂപമായിരുന്നു. ഇന്നത്തെ തുമ്പികൾക്ക് ശരാശരി 1 ഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ. എന്നാൽ ഗ്രിഫിൻ ഫ്ലൈസിന് ഏകദേശം 1/2 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്നു. 75 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ള വിങ്സ്പാൻ ആയിരുന്നു ഇവയുടേത്. ഇന്നത്തെ ചെറിയ നായകളുടെ അത്ര വലിപ്പമുള്ള ജീവികളെ വരെ ഈ ഭീമൻ പ്രാണികൾക്ക് വേട്ടയാടാൻ കഴിയും. ആദ്യമായിട്ട് പൈലറ്റുകളായത് പ്രാണികളാണെങ്കിൽ അവസാനമായിട്ട് പറക്കാനുള്ള പരിശീലനം നേടിയത് സസ്തനികളാണ്. പക്ഷേ അതിൽ ഒരേയൊരു സസ്തനി വർഗം മാത്രമാണ് ടെസ്റ്റ് പാസ്സായി പറക്കാനുള്ള ലൈസൻസ് നേടിയത്. അത് വവ്വാലുകളാണ്. ഏകദേശം 5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് വവ്വാലുകൾ രൂപം കൊള്ളാൻ തുടങ്ങിയത്. ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള നമുക്കറിയാവുന്ന ഏറ്റവും വലിയ വവ്വാൽ വർഗം ഇന്നും അതിജീവിക്കുന്നുണ്ട്. ഫ്ലൈയിങ് ഫോക്സ് എന്നാണ് ഇതിന്റെ പേര്. സൗത്ത് ഏഷ്യയുടെ ഭാഗങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലും ഇവയെ കാണാൻ കഴിയും. ഈ വർഗത്തിൽ ഏറ്റവും വലുത് ദി ജൈന്റ് ഗോൾഡൻ ക്രൗൺഡ് ഫ്ലൈയിങ് ഫോക്സ് എന്ന ഇനമാണ്. ഇവയെ ഫിലിപ്പൈൻസിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ വിങ്സ്പാൻ ഏകദേശം 1.7 മീറ്ററോളമാണ്. പക്ഷേ ഇന്നത്തെ ആകാശത്തിലെ രാജാക്കന്മാർ പക്ഷികളാണ്. ഏറ്റവും വലിയ പക്ഷികൾ ഒട്ടക പക്ഷികളാണെങ്കിലും അവർ ട്രെയിനിങ്ങിന് കൃത്യമായിട്ട് പോകാത്തതിനാൽ അവയ്ക്ക് പറക്കാൻ കഴിയില്ല. പറക്കാൻ പറ്റില്ല എന്നു കരുതി ഇവയെ നിസ്സാരമായിട്ട് കാണണ്ട. കാരണം ഓട്ടത്തിൽ ഇവ ചീറ്റപ്പുലികളാണ്. സാധാരണ ഒട്ടക പക്ഷികൾക്ക് 70 km/h കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയും. ഒരു ശരാശരി മനുഷ്യൻ ഇതിന്റെ പകുതി വേഗത്തിൽ മാത്രമേ ഓടാൻ കഴിയുകയുള്ളൂ. എന്തായാലും വിങ്സ്പാനിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പറക്കുന്ന പക്ഷികൾ ആൽബട്രോസുകളാണ്. കടൽ പക്ഷികളുടെ വിഭാഗത്തിൽ പെടുന്നവയാണ് ആൽബട്രോസുകൾ. അതിൽ സതേൺ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന വാണ്ടറിംഗ് ആൽബട്രോസുകൾക്കാണ് ഏറ്റവും നീളം കൂടിയ വിങ്സ്പാൻ ഉള്ളത്. ഇവ ചിറകുകൾ വിടർത്തി നിൽക്കുമ്പോൾ 11 അടിയോളം നീളമുണ്ടായിരിക്കും. ഇവയുടെ വളരെ മികച്ച ചിറകുകൾ കാരണം ചിറകടിക്കാതെ തന്നെ ഇവയ്ക്ക് പല മണിക്കൂറുകളോളം നേരം വരെ പറക്കാൻ കഴിയും. ഇവയുടെ ഒരു കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ഇവയ്ക്കൊരിടത്ത് വെറുതെ നിൽക്കാൻ ആവശ്യമായതിന്റെ അത്ര ഊർജം പോലും പറക്കാൻ ആവശ്യമില്ല. ഈ പക്ഷികൾ കരയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പല വർഷങ്ങളോളം കാലം വരെ തിരിച്ച് നിലം തൊടുകയില്ല. എന്ന് കരുതി വർഷങ്ങളോളം കാലം നിലം തൊടാതെ ആകാശത്തിലൂടെ പറന്നു നടക്കുമെന്നല്ല. താറാവുകളെ പോലെ ആൽബട്രോസുകൾക്കും വെള്ളത്തിൽ നീന്താൻ കഴിയും. അങ്ങനെ നീന്തുന്നതിനിടയിൽ ഇവ ചെറിയ മീനുകളെ ആഹാരമാക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് അവ വർഷങ്ങളോളം കാലം വരെ നിലം തൊടാതെ ജീവിക്കുന്നത്. ചിറകടിക്കാതെ മണിക്കൂറുകളോളം പറക്കുന്ന വാണ്ടറിംഗ് ആൽബട്രോസുകൾ ശരിക്കും വലിയ പക്ഷികൾ തന്നെയാണ്. എന്നാൽ ഇതുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയുടെ മുൻപിൽ ഈ ആൽബട്രോസുകൾ ചെറിയ പക്ഷികളാണ്. അർജന്റേവിസ് മാഗ്നിഫിക്കൻസ് എന്ന ഒരു തരം പക്ഷിയാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പറക്കുന്ന പക്ഷി. പേര് പോലെ തന്നെ അർജന്റീനയിൽ നിന്നുമാണ് ഇവയുടെ ഫോസിൽസ് കണ്ടെത്തിയത്. ഇത് ഏകദേശം 6 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത്. ഇവയുടെ വിങ്സ്പാൻ ഏകദേശം 22 അടിയോളം നീളമുണ്ടായിരുന്നു. ഇതിന് 80 കിലോഗ്രാമോളം ഭാരവും ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. അതുപോലെ ഏകദേശം 1.8 മീറ്റേഴ്സോളം ഉയരവും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു ശരാശരി മനുഷ്യന്റെ അത്ര ഉയരം. ശരിക്കും ഒരു ഭീമാകാരമായ പക്ഷി. ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന പെലാഗോണിസ് സാൻഡേഴ്സി എന്ന മറ്റൊരിനം പക്ഷി അർജന്റേവിസിനേക്കാൾ വലുതായിരുന്നുവെന്ന സംശയമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ ഫോസിൽസ് പൂർണ്ണമല്ലാത്തതിനാൽ അവയുടെ കൃത്യമായ വിങ്സ്പാൻ എത്രയാണെന്ന് നമുക്കറിയില്ല. 22 അടി നീളത്തിൽ വിങ്സ്പാനുള്ള അർജന്റേവിസ് മാഗ്നിഫിക്കൻസ് ശരിക്കും ഒരു വലിയ പക്ഷി തന്നെയായിരുന്നു. എന്നാൽ പക്ഷികൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ പണ്ട് മറ്റൊരു ജീവി വർഗമുണ്ടായിരുന്നു. അവയുടെ മുന്നിൽ അർജന്റേവിസ് പോലും കുഞ്ഞു ജീവികളായിരുന്നു. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പറക്കുന്ന ജീവികൾ ഉണ്ടായിരുന്നത് ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. അതായത് ദിനോസറുകളുടെ കാലഘട്ടത്തിൽ. അന്ന് കരയിലെ രാജാക്കന്മാർ ഡൈനോസേഴ്സ് ആയിരുന്നുവെങ്കിലും ആകാശത്തിനെ അടക്കി വാണിരുന്നത് ടെറോസോഴ്സ് എന്ന ഒരിനം ഉരക ജീവികളായിരുന്നു. പ്രാണികൾക്ക് ശേഷം ഇവയാണ് ഭൂമിയിൽ രണ്ടാമതായിട്ട് പറക്കാനുള്ള ലൈസൻസ് എടുത്തത്. പ്രത്യക്ഷത്തിൽ ഇന്നത്തെ പക്ഷികൾ പരിണമിച്ചത് ഇവയിൽ നിന്നുമാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ പക്ഷികൾ പരിണമിച്ചത് തെറോപോഡ് വർഗത്തിൽപ്പെടുന്ന ഡൈനോസേഴ്സിൽ നിന്നുമാണ്.
എന്തായാലും ടെറോസോറുകൾ ഇന്നത്തെ പക്ഷികളെ പോലെ അത്ര പാവം ജീവികളൊന്നും ആയിരുന്നില്ല. ശരിക്കും ഡൈനോസേഴ്സ് അല്ലായിരുന്നിട്ട് പോലും ഇവയെ പറക്കുന്ന ദിനോസറുകൾ എന്ന് പറയുന്നത് തന്നെ ഇവ ദിനോസറുകളെ പോലെ ഘോരമായ ജീവികളായിരുന്നത് കൊണ്ടാണ്. ചെറുതും വലുതുമായ ഒരുപാട് തരം ടെറോസോഴ്സ് ഉണ്ടായിരുന്നു. ഇതുവരേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100-ൽ പരം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ടെറോസോഴ്സിന്റെ ആയിരക്കണക്കിന് ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. നെമിക്കലോപ്റ്ററസ് എന്ന ഒരു തരം ടെറോസോറിന് വെറും 25 സെന്റിമീറ്റർ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതേസമയം ഭയാനകമായ ഭീമൻ ടെറോസോഴ്സും അന്നുണ്ടായിരുന്നു. അത്തരമൊരു ടെറോസോറാണ് ക്വെറ്റ്സാൽകോട്ട്ലസ് നോർത്രോപ്പി. ഇവയാണ് നമുക്കറിയാവുന്ന ഭൂമിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പറക്കുന്ന ജീവികൾ. ചിറകുകൾ വിരിച്ചു നിൽക്കുമ്പോൾ ഇതിന് ഇന്നത്തെ സെസ്ന 172 എന്ന വിമാനത്തിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ക്വെറ്റ്സാൽകോട്ട്ലസ് നോർത്രോപ്പി ടെറോസോറുകൾ ജീവിച്ചിരുന്നത്. ഇതിന് ഏകദേശം 300 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. അതായത് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പൂച്ചവർഗമായ സൈബീരിയൻ കടുവകളുടെ അത്ര ഭാരമുണ്ടായിരുന്നു ഈ ബൃഹത്തായ ജീവികൾക്ക്. ഇതിന്റെ തല മാത്രം തന്നെ ഒരു ശരാശരി മനുഷ്യനേക്കാൾ വലിപ്പമുള്ളതായിരുന്നു. ഇതിന്റെ വിങ് സ്പാൻ 10 മുതൽ 13 മീറ്റർ വരെ ആയിരുന്നു. ഇത് നിലത്ത് നിൽക്കുമ്പോൾ ഏകദേശം 6 മീറ്ററോളം ഉയരവും ഉണ്ടായിരിക്കും. അതായത് ഏറ്റവും വലിയ ടീറക്സിനേക്കാൾ ഉയരമുണ്ടായിരുന്നു ഒരു ശരാശരി ക്വെറ്റ്സാൽകോട്ട്ലസിന്. താരതമ്യേന പറഞ്ഞാൽ ഇന്നത്തെ ജിറാഫുകളുടെ അത്ര ഉയരം. ശരിക്കും ഒരു പ്രൗഢഗംഭീരമായ ജീവി തന്നെയായിരുന്നു ക്വെറ്റ്സാൽകോട്ട്ലസ്. ഇതിന്റെ മുന്നിൽ ഇന്നത്തെ ഏറ്റവും വലിയ പറക്കുന്ന ജീവികളൊക്കെ വെറും നിസ്സാരമായ ജീവികളാണ്. ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഇതിന് 120 km/h കൂടുതൽ വേഗത്തിൽ വരെ പറക്കാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് കരുതുന്നത്. മറ്റ് ടെറോസോറുകളെ പോലെ ഇവയ്ക്കും പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന ചെറിയ ജീവികളെയായിരിക്കും ഇവ പ്രധാനമായും വേട്ടയാടുന്നത്. പല്ലുകളൊന്നും ഇല്ലായെങ്കിലും വളരെ കൂർത്ത നീളൻ ചുണ്ടുകൾ ഉണ്ടായിരുന്നു. ഇവ വേട്ടയാടുക മാത്രമല്ല സ്കാവഞ്ചേഴ്സ് കൂടെയാണ്, അതായത് ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കുന്ന ജീവി. ഇവ മാത്രമല്ല ഏകദേശം എല്ലാ ടെറോസോറുകളും ഇങ്ങനെ തന്നെ ആയിരുന്നുവെന്നാണ് കരുതുന്നത്. ഇതിന്റെ തല മുതൽ വാല് വരെ ഏകദേശം 11 മീറ്ററുകളോളം നീളമുണ്ടായിരുന്നു. അതിൽ പകുതിയിൽ കൂടുതൽ നീളവും കഴുത്തിനും തലയ്ക്കും മാത്രമാണ്. തലയ്ക്ക് മാത്രം 2.5 മീറ്ററിൽ കൂടുതൽ നീളമുണ്ട്. എന്നുവെച്ചാൽ തലയ്ക്ക് മാത്രം ഒരു മനുഷ്യനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു ഭീമൻ ആസ്ട്രോയിഡ് കാരണം ഈ ബൃഹത്തായ ജീവിക്ക് വംശനാശം സംഭവിച്ചു. ക്വെറ്റ്സാൽകോട്ട്ലസിന് മാത്രമല്ല ടെറോസോർ വർഗം മുഴുവനും ആ മഹാവംശനാശത്തിൽ നശിച്ചുപോയി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.